ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ മാതള കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. മാതളം അഥവാ അനാർ, പൊമഗ്രാനൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ കൃഷി രീതി, ഞാൻ ചെയ്യുന്ന കൃഷി രീതിയാണ് ഞാൻ ഇതിൽ പറയുന്നത്. 8-9 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ട്, അനാറിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അതുമേ ഈ കൊല്ലം നല്ലോണം ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ അത്യാവശ്യം പഴുത്തു തുടങ്ങി. ആ അനാർ പ്ലാന്റിനെ ഞാൻ ചെയ്ത വളപ്രയോഗവും കൃഷി രീതിയുമാണ് ഞാനിതിൽ പറയുന്നത്. അനാറിനെ മഴക്കാലത്ത് എല്ലുപൊടി, ചാരം അഥവാ ആഷ് എന്ന് പറയപ്പെടുന്ന, നമ്മൾ വേസ്റ്റൊക്കെ വിറക് കത്തിക്കുക, അതിൻ്റെ ആ ചാരം മഴക്കാലത്ത് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷേ ചൂടുകാലത്ത് അധികം അത് ഇട്ട് കൊടുക്കാൻ പാടില്ല, ചെടിക്ക് ഭയങ്കര ചൂടായിരിക്കും. മീൻ വളം, പിന്നെ അഥവാ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന മീനിൻ്റെ കണ്ടൻറ്റുള്ള ഐറ്റം വളമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ വേസ്റ്റ് വരുന്ന മീൻ വളം അതിൻ്റെ കടയ്ക്ക് കുഴിച്ചിട്ട് ഉറുമ്പ് വരാതെ നോക്കി നല്ലോണം നനച്ച് കൊടുത്താലും മാതള കൃഷിക്ക് നല്ലതാണ്. മാതള ചെടിക്ക് അത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. പൂവിടാനും കായ് ഉണ്ടാവാനും അത് നല്ലോണം എഫക്റ്റ് ചെയ്യും. നമ്മൾ വീട്ടിൽ മീൻ മേടിച്ച് വെട്ടുമ്പോൾ അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ കടയ്ക്ക് കൊണ്ട് കുഴിച്ചിടുക. പക്ഷേ ഉറുമ്പ് വന്ന് വേര് കേടാവാതെയും ചെടി കേടാവാതെയും നോക്കേണ്ടതാണ്. മഴ കഴിഞ്ഞ് നല്ല ചൂടായാൽ, അതായത് സമ്മറായാൽ, ചെടിക്ക് തണുവ് കിട്ടത്തക്ക രീതിയിൽ പച്ച ചാണകം കലക്കി വീഴ്ത്തുകയോ അല്ലെങ്കിൽ ഉണക്കച്ചാണകം ഇട്ടുകൊടുത്ത് നനച്ചു കൊടുക്കുകയോ ചെയ്താൽ നല്ലതാണ്. പിന്നെ നല്ല നന ചൂടുകാലത്ത് ഈ പ്ലാന്റിന് അത്യാവശ്യമാണ്. കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് പുളിപ്പിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് വീഴ്ത്തി കൊടുത്താലും തണുവ് കിട്ടാൻ ഉപകരിക്കും. പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് നടുമ്പോൾ തന്നെ വെയിൽ ഡയറക്റ്റായിട്ട് കിട്ടണം, നല്ല വെയിൽ കിട്ടണം. അതായത് വെയിൽ പ്ലാന്റിന് നല്ലോണം കിട്ടണം തക്ക രീതിയിലുള്ള സ്ഥലം നോക്കി സെലക്ട് ചെയ്ത് പ്ലാന്റ് കുഴിച്ചിടേണ്ടതാണ്. വെയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മാതള കൃഷി. നല്ല വേനൽക്കാലത്ത് ചെടിക്ക് തണുവ് കിട്ടുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം കളയാതെ ഒന്ന് പുളിപ്പിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് വീഴ്ത്തി കൊടുത്ത് നനച്ചാൽ തന്നെ ചെടിക്ക് നല്ലൊരു തണുവ് കിട്ടും. പൂ കൊഴിയാതിരിക്കാനും കായ് പിടിക്കാനും ഇത് കൂടുതൽ ഉപകരിക്കും. പക്ഷേ വെയിലും കൂടി ചെടിയുമേ കിട്ടുകയാണെങ്കിലാണ് കൂടുതൽ പൂവ് ഇടാനും കായ് പിടിക്കാനും ഉപകരിക്കുന്നത്. എൻ്റെ കൃഷി വീഡിയോസും മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ ഇതിനെക്കുറിച്ച് ഈ വക കൃഷി വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മാതളം അഥവാ അനാറ് പല വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഞാൻ പുറവും റെഡ് നിറം, അതിലത്തെ ഫ്രൂട്ട്സിൻ്റെ പാർട്ടും നല്ല റെഡ് കളറായിട്ടുള്ള അനാറാണ്. പിന്നെ വേറൊരു അനാർ ചെടി എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു ഫ്രൂട്ട് ഉണ്ടായി, പക്ഷേ ഈ കൊല്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അത് പുറം ഒരു റോസ് കളറും ഉള്ള് വൈറ്റും അല്ല റോസും അല്ലാത്തൊരു കളർ ഫ്രൂട്ടാണ്. അതിന് മധുരം കുറവാണ്. പക്ഷേ ഈ നല്ല റെഡ് കളറുള്ള ഈ അനാറ് നല്ല സ്വീറ്റായിട്ടുള്ള അനാറാണ്. ഈ അനാറ് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ പോലത്തെ നല്ല റെഡ് കളറായിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള അനാറാണ്. ഞാൻ ഈ ചെടികളൊക്കെ നഴ്സറികളിൽ നിന്നാണ് മേടിക്കാറ്. നഴ്സറി എന്ന് വെച്ചാൽ മണ്ണുത്തിയിലത്തെ 1-2 നഴ്സറികളുണ്ട്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കൃഷി പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്യാറ്. അനാർ കൃഷി ബുദ്ധിമുട്ടില്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ്. നമ്മുടെ സൗകര്യാർത്ഥം കുറച്ച് വളവും ഇതൊക്കെ വേണമെന്നുള്ളൂ. പിന്നെ ഞാൻ എന്നും നനയ്ക്കാറില്ല, 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ നനച്ച് കൊടുക്കാറ്.
അതുപോലെ അനാറ് വലിയ മരമായിട്ടൊന്നും മാറില്ല. ഒരു കുറ്റിച്ചെടി പോലെയൊക്കെ നമുക്ക് ഡ്രിം ചെയ്ത് നിർത്താവുന്നതാണ്. അതുകൊണ്ട് മണ്ണിൽ തന്നെ പ്ലാന്റ് വെക്കണമെന്നില്ല. നമ്മുടെ നീല കളറുള്ള ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ പോട്ടിലോ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണിച്ച ചെമ്പരത്തി എൻ്റെ വീട്ടിലെ നാടൻ ചെമ്പരത്തി അല്ല കേട്ടോ, ഹൈബ്രിഡ് വെറൈറ്റിയാണ്, നിറച്ചും പൂവുണ്ടാവും. പിന്നെ ഈ കാണിച്ച മാതള നാരങ്ങ കേടാണ് കേട്ടോ ഞാൻ കാണിച്ചത്. ഇത് പഴുത്ത ഒരു ഫ്രൂട്ടാണ്.